السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وأصحابه أجمعين. أما بعد، اللهم لا علم لنا إلا ما علمتنا، اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما. اللهم اجعل أعمالنا كلها صالحة واجعلها لوجهك خالصة ولا تجعل منها لأحد شيئا. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, മഹാനായ ഷെയ്ഖ് മുഹമ്മദ് ഇബ്ൻ അബ്ദുൽ വഹാബ് റഹിമഹുള്ളയുടെ അൽ കബായിർ എന്ന കിതാബാണ് നമ്മൾ പഠിച്ചു വരുന്നത്. വൻപാപങ്ങളെക്കുറിച്ച് 6 അധ്യായങ്ങൾ നമ്മൾ മനസ്സിലാക്കി. അൽഹംദുലില്ലാഹ്. അഥവാ വൻപാപങ്ങൾ സംഭവിക്കുക പല രൂപത്തിലാണ്. ഷെയ്ഖ് റഹിമഹുള്ള ആദ്യമായി ഹൃദയത്തിലുണ്ടാകുന്ന വൻപാപങ്ങളെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. നമ്മുടെ ഹൃദയം ശരീരം എന്ന പോലെ തന്നെ രോഗം ബാധിക്കുന്ന ഒന്നാണ്. ഹൃദയത്തിന് രോഗം ബാധിക്കുക എന്ന് പറഞ്ഞാൽ ഹൃദയങ്ങളിൽ തിന്മകൾ, പാപങ്ങൾ, അതിൻ്റെ കറകൾ ബാധിക്കുക എന്നതാണ്. കഴിഞ്ഞ 6 അധ്യായങ്ങളും അതിലടങ്ങിയ തെളിവുകളും നമ്മൾ മനസ്സിലാക്കി. അതെല്ലാം ഹൃദയങ്ങളിൽ ഉണ്ടാകുന്ന ഗുരുതരമായ വൻപാപങ്ങളാണ്. 7ാമതായി ഷെയ്ഖ് റഹിമഹുള്ള അദ്ദേഹം പറഞ്ഞു, ബാബുൻ ദിക്റുൽ യഅ്സി മിൻ റൗഹില്ലാഹ് വൽ അംനി മിൻ മക്രില്ലാഹ്. ബാബുൻ അധ്യായം, ദിക്റുൽ യഅ്സി മിൻ റൗഹില്ലാഹ്, അള്ളാഹുവിൻ്റെ കാരുണ്യത്തെ തൊട്ട് നിരാശനാവുകയും, വൽ അംനി മിൻ മക്രില്ലാഹ്, അള്ളാഹുവിൻ്റെ ശിക്ഷയെ തൊട്ട് നിർഭയനായിരിക്കുകയും ചെയ്യുക എന്നതിനെക്കുറിച്ച് വിശദീകരിക്കുന്ന അധ്യായം. സഹോദരങ്ങളെ, ഈ അധ്യായം നമ്മൾ ഓരോരുത്തരും കഴിഞ്ഞ അധ്യായങ്ങൾ പോലെ തന്നെ വളരെയേറെ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട പാപമാണ്, തിന്മയാണ്. അഥവാ അൽ യഅ്സു മിൻ റൗഹില്ലാഹ്, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കാരുണ്യത്തെ തൊട്ട് നിരാശയടയുക എന്നത് വൻപാപങ്ങളിൽപ്പെട്ട ഗുരുതരമായ പാപമാണ്. അതേപോലെ തന്നെ വൽ അംനി മിൻ മക്രില്ലാഹ്, അള്ളാഹുവിൻ്റെ ശിക്ഷയെ തൊട്ട് നിർഭയനായിരിക്കുക എന്നതും ഗുരുതരമായ വൻപാപങ്ങളിൽപ്പെട്ട പാപം തന്നെയാണ്. ഈ അധ്യായത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കിതാബിൽ നിന്നും 2 ആയത്തുകൾ ഷെയ്ഖ് റഹിമഹുള്ള ഉദ്ധരിച്ചു. അതുപോലെ തന്നെ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൽ നിന്നും, അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ അദ്ദേഹത്തിൽ നിന്നും ഉദ്ധരിക്കപ്പെട്ട വാക്കുകളും ഹദീസും അദ്ദേഹം എടുത്തു കൊടുത്തിട്ടുണ്ട്. സഹോദരങ്ങളെ, ഈ 2 കാര്യങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ കിതാബിലൂടെ പാപമായി, ഗുരുതരമായ അപകടമായി നമ്മെ അറിയിച്ചിട്ടുണ്ട്. കഴിഞ്ഞ അധ്യായങ്ങളിലൊന്നിൽ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞ വാക്ക് നമ്മൾ ശ്രദ്ധിച്ചു കാണും. ഇസ്നതാനി മുഹ്ലികതാൻ, 2 കാര്യങ്ങൾ ഒരു മനുഷ്യനെ നശിപ്പിച്ചു കളയും. അൽ ഖുനൂതു വൽ ഉജ്ബു,
ഒന്ന് അൽ ഖുനൂത്ത് അഥവാ അള്ളാഹുവിൻ്റെ കാരുണ്യത്തെ തൊട്ട് നിരാശനാവുക. രണ്ടാമത്തേത് അൽ ഉജുബ്, സ്വന്തത്തിൻ്റെ കാര്യത്തിൽ അത്ഭുതം കൂറൽ, സ്വന്തത്തെക്കുറിച്ച് ഞാൻ കുഴപ്പമില്ല എന്ന ചിന്തയുണ്ടാവൽ. ഈ രണ്ട് കാര്യവും ഒരു മനുഷ്യനെ നശിപ്പിക്കും എന്നത് നമുക്ക് കാണാം. അതിനെക്കുറിച്ച് വിശദീകരിച്ച് നമ്മൾ മനസ്സിലാക്കിയതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കാരുണ്യത്തെ തൊട്ട് നിരാശനായി കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് ഇത് ഗുരുതരമായ അപകടമാണ് എന്ന് പറയാനുള്ള കാരണം, ഒരാൾ അള്ളാഹുവിൻ്റെ റഹ്മത്തിൽ നിന്ന്, അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ നിന്ന് നിരാശ അടഞ്ഞാൽ അയാളുടെ ജീവിതത്തിൽ സംഭവിക്കുക, അയാൾ പിന്നെ പ്രവർത്തിക്കുകയില്ല, അയാൾ തൗബ ചെയ്യുകയില്ല, അയാളുടെ ജീവിതത്തിൽ യാതൊരു നേട്ടവും അയാൾക്ക് നേടിയെടുക്കാൻ സാധിക്കുകയില്ല. കാരണം അയാൾ ചെയ്തുകൊണ്ടിരിക്കുന്ന തിന്മയിൽ നിന്ന് തൗബ ചെയ്യണം എന്നുദ്ദേശിക്കുമ്പോൾ അയാളുടെ മനസ്സ് മന്ത്രിക്കുക എന്താണ്? നീ തൗബ ചെയ്തിട്ട് എന്താ കാര്യം? തൗബ ചെയ്തിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടില്ലേ? നിൻ്റെ തൗബ എങ്ങനെ അള്ളാഹു സ്വീകരിക്കും? നിനക്കിനി നന്നാവാൻ സാധിക്കുമോ? നിന്നെക്കൊണ്ടിന് എന്താണ് സാധിക്കുക? ഇനി ഇങ്ങനെ മരിച്ചു പോവുക എന്നതല്ലാതെ വേറെന്താണ് എന്ന് ഈ രോഗം ബാധിച്ച ഹൃദയം അവനോട് മന്ത്രിക്കും. അവൻ്റെ ഹൃദയത്തിൽ, അവൻ്റെ മനസ്സിൽ ഇതായിരിക്കും ചിന്തയുണ്ടാവുക. സുബ്ഹാനല്ലാഹ്, നോക്കൂ സഹോദരങ്ങളെ, ഒരാൾ അള്ളാഹുവിൻ്റെ കാരുണ്യത്തെ തൊട്ട് നിരാശയടഞ്ഞാൽ ഇതായിരിക്കും അയാളുടെ അവസ്ഥ. അയാൾക്ക് പിന്നീട് പ്രവർത്തിക്കാൻ സാധിക്കുകയില്ല. ഞാൻ എന്തിനു പ്രവർത്തിക്കണം? ഞാൻ എന്തിന് തൗബ ചെയ്യണം? ഞാൻ എന്തിന് നന്നാവണം എന്ന ചിന്തയായിരിക്കും അയാളുടെ മനസ്സിൽ ഉണ്ടാവുക. ഷെയ്ഖ് റഹിമഹുല്ലാ അദ്ദേഹം ആദ്യമായി എടുത്തുകൊടുത്ത ആയത്ത് സൂറത്തു യൂസുഫിലെ 87-ാമത്തെ ആയത്താണ്. ഇന്നഹു ലാ യയ്അസു മിർ റൗഹില്ലാഹി ഇല്ലൽ ഖൗമുൽ കാഫിറൂൻ. തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കാരുണ്യത്തെ തൊട്ട് കാഫിറുകളല്ലാതെ നിരാശരാവുകയില്ല. അഥവാ സത്യവിശ്വാസികളല്ലാത്ത, സത്യനിഷേധികളായ ആളുകളല്ലാതെ അള്ളാഹുവിൻ്റെ കാരുണ്യത്തെ തൊട്ട് നിരാശരാവുകയില്ല. ഈ ആയത്തിൻ്റെ മുൻപും ശേഷവും സൂറത്ത് യൂസുഫിൽ നമുക്ക് കാണാം. അത് പാരായണം ചെയ്തു നോക്കിയാൽ അത്ഭുതകരമാണ് ആ ആയത്തുകൾ. ഇത് മഹാനായ യാക്കൂബ് അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ വാക്കുകളാണ്. അദ്ദേഹം മകൻ യൂസുഫിനെ നഷ്ടപ്പെട്ടു അലൈഹിസ്സലാം. അദ്ദേഹത്തിൻ്റെ സഹോദരൻ ബിന്യാമീൻ അവിടെ മിസ്റിൽ പിടിക്കപ്പെട്ടു. ഏറ്റവും അവരുടെ കൂട്ടത്തിൽ വലിയവനായ മൂത്ത മകൻ, അദ്ദേഹവും ഇനിയൊരു തീരുമാനമാവുന്നതുവരെ ഞാൻ നാട്ടിലേക്കില്ല എന്നു പറഞ്ഞ് അവിടെ നിൽക്കുകയും ചെയ്തു. 3 മക്കളെ നഷ്ടപ്പെട്ട ഒരു പിതാവിൻ്റെ വാക്കാണിത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിക്കുന്നു. അദ്ദേഹം പറഞ്ഞു, ഖാല ഇന്നമാ അശ്കു ബസ്സി വഹുസ്നി ഇലല്ലാഹ് വഅഅലമു മിനല്ലാഹി മാ ലാ തഅലമൂൻ. അദ്ദേഹം പറഞ്ഞു, എൻ്റെ വിഷമവും എൻ്റെ പ്രയാസവും എൻ്റെ വേദനയും എനിക്ക് ആവലാതിയായി ബോധിപ്പിക്കാനുള്ളത് അള്ളാഹുവിനോട് മാത്രമാണ്. നിങ്ങളറിയാത്തത് അള്ളാഹുവിൽ നിന്നും ഞാൻ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്നിട്ട് അദ്ദേഹം മക്കളെ വിളിക്കുകയാണ്. യാ ബനി യദ്ഹബു ഫതഹസ്സസു മിൻ യൂസുഫ വ അഖീ. മക്കളെ, നിങ്ങൾ യൂസുഫിനെയും അവൻ്റെ സഹോദരനെയും അന്വേഷിച്ച് ചെല്ലുക. വലാ തൈഅസു മിർ റൗഹില്ലാ. നിങ്ങൾ അള്ളാഹുവിൻ്റെ കാരുണ്യത്തെ തൊട്ട് നിരാശരാവരുത്. ഇന്നഹു ലാ യൈഅസു മിർ റൗഹില്ലാഹി ഇല്ലൽ ഖൗമുൽ കാഫിറൂൻ. തീർച്ചയായും സത്യനിഷേധികളല്ലാതെ, കാഫിറുകളല്ലാതെ അള്ളാഹുവിൻ്റെ കാരുണ്യത്തെ തൊട്ട് നിരാശരാവുകയില്ല.
സുബ്ഹാനല്ലാഹ്, ഈ സന്ദർഭം നോക്കൂ നിങ്ങൾ. 3 മക്കളെ നഷ്ടപ്പെട്ട, അങ്ങേയറ്റം പ്രയാസത്തിൽ കഴിഞ്ഞുകൂടുന്ന, എത്രത്തോളം സൂറത്ത് യൂസുഫിൽ നമുക്ക് കാണാം. അദ്ദേഹം യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാം കരഞ്ഞു കരഞ്ഞു കരഞ്ഞ് അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ വബിയദ്ദത് ഐനാഹു, അദ്ദേഹത്തിൻ്റെ 2 കണ്ണുകളും വെളുത്തുപോയിരിക്കുന്നു. വർഷങ്ങളായി അദ്ദേഹം കരയാൻ തുടങ്ങിയിട്ട്. യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാം പ്രിയപ്പെട്ട മകനായ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ കാണാതായിട്ട് അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ പിന്നെ ഉണങ്ങിയിട്ടില്ല. അദ്ദേഹം ആ വേദനയിൽ കഴിഞ്ഞുകൂടുകയാണ്. അതിനിടയിലാണ് ബിന്യാമീനെയും നഷ്ടപ്പെടുന്നത്. 3ാമത്തെ മകനും ഇനി ഞാൻ തിരിച്ചു വരുന്നില്ല, കാര്യങ്ങളിലൊരു തീരുമാനമാവട്ടെ, അല്ലെങ്കിൽ ഉപ്പ സമ്മതം നൽകട്ടെ, ഇനി ഉപ്പാൻ്റെ മുന്നിൽ പോയി നിൽക്കാൻ എനിക്ക് സാധിക്കുകയില്ല എന്ന വാക്ക് പറഞ്ഞ് അദ്ദേഹവും അവിടെ നിൽക്കുകയുണ്ടായി. ഒരുപാട് പ്രയാസം അനുഭവിക്കുന്ന ഒരു പ്രവാചകൻ്റെ വാചകമാണിത്. എന്നിട്ടും അദ്ദേഹം അള്ളാഹുവിൻ്റെ കാരുണ്യത്തെ തൊട്ട് നിരാശനായിട്ടില്ല. അദ്ദേഹം പറയുകയാണ്, യാ ബനി യദ്ഹബു ഫതഹസ്സസു മിൻ യൂസുഫ വ അഖി, മക്കളെ നിങ്ങൾ യൂസുഫിനെയും അവൻ്റെ സഹോദരനെയും അന്വേഷിച്ച് ചെല്ലുക. നിങ്ങൾ ഇനിയും പോവാനാണ് പറയുന്നത്. കാര്യങ്ങൾ ഇനിയും അദ്ദേഹം പ്രതീക്ഷയോടുകൂടി മക്കളോട് അവതരിപ്പിക്കുകയാണ്, പറയുകയാണ്. എന്നിട്ട് അദ്ദേഹം മക്കളോട് പറയുകയാണ്, വല തൈഅസു മിർ റൗഹില്ലാ, നിങ്ങൾ അള്ളാഹുവിൻ്റെ കാരുണ്യത്തെ തൊട്ട് നിരാശരാവരുത്. എന്നിട്ട് പറഞ്ഞു കൊടുക്കുകയാണ്, ആരാണ് നിരാശരാവുക? സത്യനിഷേധികളാണ്. അള്ളാഹുവിലോ അവൻ്റെ ദീനിലോ വിശ്വാസമില്ലാത്തവരാണ് അള്ളാഹുവിൻ്റെ കാരുണ്യത്തെ തൊട്ട് നിരാശരാവുക. സുബ്ഹാനല്ലാഹ്, സഹോദരങ്ങളെ നോക്കൂ. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ കാരുണ്യത്തെ തൊട്ട് നിരാശയടയുക എന്നത് അതുകൊണ്ട് തന്നെ വൻപാപങ്ങളിൽപ്പെട്ടതാണ്. അതുകൊണ്ടാണ് വൻപാപങ്ങളിൽപ്പെട്ടതാണ് എന്ന് പറഞ്ഞത്. കാരണം അത് സത്യവിശ്വാസികളുടെ സ്വഭാവമല്ല. അള്ളാഹുവിൻ്റെ കാരുണ്യത്തെ തൊട്ട് നിരാശനാവുക എന്നതൊരിക്കലും ഒരു സത്യവിശ്വാസിക്ക്, ഒരു മുഅ്മിനിന് യോജിച്ചതല്ല. മറിച്ച് നിരാശയുടെ വാക്കുകൾ പുറത്തേക്ക് വരിക അള്ളാഹുവിലോ അവൻ്റെ ദീനിലോ വിശ്വാസമില്ലാത്ത ആളുകളിൽ നിന്നാണ്. നോക്കൂ, മറ്റൊരു ആയത്ത് പരിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാം. സൂറത്തുൽ ഹിജ്റിൽ, ഖാല വമൻ യഖ്നതു മിർ റഹ്മതി റബ്ബിഹി ഇല്ലദ്ദാല്ലൂൻ, മഹാനായ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ചരിത്രം. അള്ളാഹു സുബ്ഹാനഹു വ തആല മലക്കുകളെ അദ്ദേഹത്തിൻ്റെ അരികിലേക്ക് അയച്ചു സന്തോഷവാർത്ത അറിയിക്കാൻ. അദ്ദേഹത്തിന് സന്തോഷവാർത്ത അറിയിക്കാനാണ് ഞങ്ങൾ വന്നിട്ടുള്ളത് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം മലക്കുകളോട് തിരിച്ചു ചോദിക്കുകയാണ്, ഖാല അബശർതുമൂനി അലാ അൻ മസ്സനിയൽ കിബറു ഫബിമ തുബശ്ശിറൂൻ, ഈ വയസ്സാം കാലത്ത് എനിക്ക് ഇത്രയും പ്രായമായിരിക്കെ നിങ്ങൾ എന്താണ് എനിക്ക് സന്തോഷവാർത്ത അറിയിക്കാൻ ഉള്ളത്? എന്ത് സന്തോഷവാർത്തയുമായിട്ടാണ് നിങ്ങൾ എൻ്റെ അരികിലേക്ക് വന്നിട്ടുള്ളത്? അവർ പറഞ്ഞു, ഖാലു ബശ്ശർനാക ബിൽ ഹഖ് ഫലാ തകും മിനൽ ഖാനിതീൻ, സത്യപ്രകാരം ഹക്കായിക്കൊണ്ട് ഹക്കായ ഒരു കാര്യവുമായിട്ടാണ് ഞങ്ങൾ താങ്കളിലേക്ക് സന്തോഷവാർത്തയുമായി വന്നിട്ടുള്ളത്. അതുകൊണ്ട് താങ്കൾ നിരാശരായ ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെട്ടു പോകരുത്. അദ്ദേഹം ഈ പ്രായമേറിയ വയസ്സായ എനിക്കിനി നിങ്ങൾ എന്ത് സന്തോഷവാർത്തയാണ് അറിയിക്കാനുള്ളത് എന്ന് ചോദിച്ചത് ഒരിക്കലും നിരാശയുടെ വാക്കായിരുന്നില്ല. മറിച്ച് അദ്ദേഹത്തിന് ഒരു കുട്ടിയെക്കുറിച്ച് സന്തോഷവാർത്ത അറിയിക്കാൻ അവർ വന്നപ്പോൾ അത്ഭുതം കൊണ്ട് അദ്ദേഹം ചോദിച്ചതാണ്, ഈ വയസ്സാം കാലത്തിന് എങ്ങനെയാണ് കുട്ടികളാവുക? ഒരുപാട് പ്രായം ചെന്നു, വയസ്സായി, ഇനിയൊരു സന്താന സൗഭാഗ്യമോ എന്ന അത്ഭുതത്തിലാണ് അദ്ദേഹം ചോദിച്ചത്. മലക്കുകൾ പറഞ്ഞു, നിങ്ങൾ നിരാശരാവരുത്. അദ്ദേഹം പറഞ്ഞ വാക്കാണിത്. ഖാല, ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, വമൻ യഖ്നതു മിർ റഹ്മതി റബ്ബിഹി ഇല്ലദ്ദാല്ലൂൻ, വഴികേടിലായിപ്പോയ വലാലത്തിലായിപ്പോയ ആളുകളല്ലാതെ തൻ്റെ റബ്ബിൻ്റെ കാരുണ്യത്തെ തൊട്ട് മറ്റാരാണ് നിരാശനാവുക? സുബ്ഹാനല്ലാഹ്, നോക്കൂ,
ഒരുപാട് പ്രായം ചെന്നിട്ടും ഒരുപാട് വയസ്സായിട്ടും ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം പ്രതീക്ഷയിലാണ്. ഒരിക്കലും അദ്ദേഹം നിരാശനായിട്ടില്ല. ഇനി എനിക്കൊരു കുട്ടിയെ കിട്ടാനൊന്നുമില്ല, ഇനി അള്ളാഹുവിനോട് ചോദിച്ചിട്ടൊന്നും കാര്യമില്ല എന്ന നിരാശയുടെ വാക്ക് അതുവരെ അദ്ദേഹം പറഞ്ഞിട്ടില്ല. മാത്രമല്ല, അദ്ദേഹം പറഞ്ഞെന്താണ്, വഴികേടിലായിപ്പോയ ആളുകൾ മാത്രമാണ് അള്ളാഹുവിൻ്റെ കാരുണ്യത്തെ തൊട്ട് നിരാശനാവുക. ഒരിക്കലും ഹിദായത്തിലുള്ള സന്മാർഗ ദർശനം ലഭിച്ച അള്ളാഹു ഹിദായത്ത് നൽകിയ ഒരാളും ഒരിക്കലും അള്ളാഹുവിൻ്റെ കാരുണ്യത്തെ തൊട്ട് നിരാശനാവുകയില്ല. അപ്പോൾ നോക്കൂ സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കാരുണ്യം, റഹ്മത്ത്, അതിനെ തൊട്ട് ഒരാൾ നിരാശയടയുക എന്നത് വൻപാപമാണ്, വലിയ ഗുരുതരമായ അപകടമാണ്. നിങ്ങൾ നോക്കൂ, അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ഇസ്രായിൽ നല്ലവരായ സ്വാലിഹീങ്ങളായ ആളുകളെക്കുറിച്ച് പറഞ്ഞു. ഉലൈകല്ലദീന യദ്ഊന യബ്തഗൂന ഇലാ റബ്ബിഹിമുൽ വസീലത അയ്യുഹും അഖറബ് വയർജൂന റഹ്മതഹു വയഖാഫൂന അദാബഹു. മുശ്രിക്കുകളായ ആളുകൾ അള്ളാഹുവിനോട് സാമീപ്യമുള്ള മലക്കുകളെ, ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ, അദ്ദേഹത്തിൻ്റെ ഉമ്മ മറിയമിനെ, ഉസൈർ നബിയെ വിളിച്ചു പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. അവരോട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, അവർ ആരെയൊക്കെ വിളിച്ചു പ്രാർത്ഥിക്കുന്നുണ്ടോ അവർ പോലും തങ്ങളുടെ റബ്ബിലേക്ക് അടുക്കാനുള്ള സാമീപ്യം തേടിക്കൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല, വയർജൂന റഹ്മതഹു, അവർ അള്ളാഹുവിൻ്റെ കാരുണ്യം പ്രതീക്ഷിക്കുന്നവരാണ്. വയഖാഫൂന അദാബഹു, അവർ അള്ളാഹുവിൻ്റെ ശിക്ഷയെ തൊട്ട് ഭയപ്പെടുകയും ചെയ്യുന്നവരാണ്. ഇപ്പോൾ നോക്കൂ, മുഅ്മിനുകൾ, നല്ലവരായ അള്ളാഹുവിൻ്റെ അടിമകൾ, അമ്പിയാക്കൾ, ഔലിയാക്കന്മാർ, അവരുടെ പാരമ്പര്യമാണ് അള്ളാഹുവിൻ്റെ കാരുണ്യം പ്രതീക്ഷിക്കുക എന്നുള്ളത്, അള്ളാഹുവിൻ്റെ കാരുണ്യം പ്രതീക്ഷിച്ച് ജീവിക്കുക എന്നുള്ളത്. അവരെയാണ് നമുക്ക് മാതൃകയാക്കാനുള്ളത്. അതിന് വിപരീതമായി നമ്മുടെ ജീവിതം ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല. നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ കാരുണ്യത്തിൽ നിന്നും നിരാശനായിക്കൊണ്ടുള്ള ഒരു ജീവിതം ഉണ്ടാവാൻ പാടുള്ളതല്ല. പണ്ഡിതന്മാർ പറഞ്ഞു, ഈ കാലത്ത് മുസ്ലിമീങ്ങളായ ആളുകൾ വലിയ വലിയ സാമ്രാജ്യ ശക്തികളുടെ സമ്പത്തും അവരുടെ കൈകളിലുള്ള ആയുധവും അവരുടെ അധികാരവുമൊക്കെ കണ്ട് ചിലപ്പോൾ ഒരു വേള പറഞ്ഞു പോവുകയാണ്, ഇസ്ലാമിൻ്റെ കഥ കഴിഞ്ഞു, ഈ ദീൻ തകരാൻ പോവുകയാണ് എന്ന നിരാശയിലാണ് പലരുടെയും സംസാരം. നമ്മുടെ നാടുകളിലും അത് കാണാം. എന്തെങ്കിലും ഒരു ബില്ല് വരുമ്പോൾ, എന്തെങ്കിലും ഒരു വിഷയം വരുമ്പോൾ മുസ്ലിമീങ്ങളായ ആളുകൾ വരെ വളരെ നിരാശരായിട്ടാണ് സംസാരിക്കുക. ഇപ്പോൾ ഇതാ പുറത്താവാൻ പോവാണ്, ഇപ്പോൾ എല്ലാവരെയും പിടിച്ച് ഉള്ളിലിടാൻ പോവാണ്, അടുത്ത നാട്ടിലേക്ക് പറഞ്ഞേക്കാൻ പോവാണ്. ഇല്ല സഹോദരങ്ങളെ, ഇതൊക്കെ പറയുമ്പോഴും ഈ അധികാരവും സമ്പത്തും ഇതൊക്കെ ഏതൊരു റബ്ബ് നൽകിയോ ആ റബ്ബ് മുസ്ലിമീങ്ങളെ, മുഅ്മിനീങ്ങളെ, മുത്തഖീങ്ങളെ സഹായിക്കുകയും ചെയ്യും. വൽ ആഖിബതു ലിൽ മുത്തഖീൻ. അതെന്തേ നമ്മൾ കാണാത്തത്? തഖ്വ പാലിക്കുന്നവർക്കാണ് ഏറ്റവും നല്ല പര്യവസാനം. എത്ര എത്ര ചരിത്രങ്ങൾ അല്ലാഹു പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. മഹാനായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ചരിത്രം നമുക്കറിയില്ലേ? കൊട്ടാരത്തിലേക്ക്, ഫിറഔനിൻ്റെ കൊട്ടാരത്തിലേക്ക് കടന്നു പോകുമ്പോൾ ആയിരക്കണക്കിന് ആളുകളും സർവ്വസന്നാഹവുമായി നേതാവായിട്ടാണോ കടന്നുപോയത്? അല്ല, രണ്ട് വ്യക്തികളാണ് പോയത്. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമും സഹോദരൻ ഹാറൂൻ അലൈഹിസ്സലാത്തു വസ്സലാമും ഫിറഔനിൻ്റെ മുന്നിൽ ചെന്ന് റബ്ബിനെക്കുറിച്ച് പറഞ്ഞു കൊടുത്തു. അള്ളാഹു പറഞ്ഞു, ഞാൻ കണ്ടുകൊണ്ടും കേട്ടുകൊണ്ടും നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്, സഹായിക്കാൻ അള്ളാഹു ഉണ്ട്. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ചരിത്രം, അദ്ദേഹം ഒറ്റക്കായിരുന്നു. ഒരു വലിയ ഭരണകൂടം മറുപക്ഷത്തുണ്ട്. ആളുകൾ, നാട്ടുകാർ, സ്വന്തം പിതാവ് വരെ അദ്ദേഹത്തോട് എതിരിട്ട് നിൽക്കുകയായിരുന്നു. എന്നിട്ടും അദ്ദേഹം പ്രതീക്ഷ മുറിഞ്ഞു പോവാതെ പോരാടുകയാണ് ഉണ്ടായത്.
അദ്ദേഹം തിരിഞ്ഞോടിയില്ല, അദ്ദേഹം നിരാശനായിട്ടില്ല. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം, അദ്ദേഹത്തിൻ്റെ ചരിത്രം വളരെ മനോഹരമാണ്. അമ്പിയാക്കളിൽ അവസാനമായി അള്ളാഹു റബ്ബുൽ ആലമീൻ അയച്ച നമ്മുടെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തായിരുന്നു അവിടുത്തെ കയ്യിലുണ്ടായിരുന്നത്? അവിടുന്ന് മക്കയിലേക്ക് നബിയായി റസൂലായി അവരുടെ മുന്നിൽ ഈ ദീൻ പറയാൻ ചെന്ന് നിൽക്കുമ്പോൾ ഒന്നും കൈകളിലില്ലായിരുന്നു, ആരും കൂടെയില്ലായിരുന്നു. ആദ്യം ചരിത്രത്തിൽ കാണാം, ഇസ്ലാമിലേക്ക് വന്നത് വെറും 7 പേർ മാത്രമായിരുന്നു. 7ഓളം വരുന്നവർ മാത്രമായിരുന്നു ഇസ്ലാമിൽ ആദ്യമായി കടന്നു വന്നവർ. വളരെ തുച്ഛമായ ആളുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നീണ്ട 13 കൊല്ലം പീഡനങ്ങളും പ്രയാസങ്ങളും അനുഭവിച്ചു. ഒരു സെക്കൻഡ് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിരാശയുടെ വാക്ക് പറഞ്ഞിട്ടില്ല. എന്നു മാത്രമല്ല, കൂടെയുള്ളവർക്ക് നിരാശയുടെ ഒരു വാക്കും പറഞ്ഞു കൊടുത്തിട്ടുമില്ല. നമ്മളിതാ തീരാൻ പോവാണ് എന്നൊരിക്കലും പറഞ്ഞു കൊടുത്തിട്ടില്ല. നേരെ തിരിച്ചാണ് സംഭവിച്ചത്. ഖബ്ബാബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്ന് ആവലാതി പറയുകയാണ്, അല്ലാഹുവിൻ്റെ റസൂലേ, അലാ തസ്തൻസിറു ലനാ അലാ തദ്ഉല്ലാഹ ലനാ. അല്ലാഹുവിൻ്റെ റസൂലേ, അങ്ങ് അല്ലാഹുവിനോട് സഹായം ചോദിക്കുന്നില്ലേ? അല്ലാഹുവിൻ്റെ റസൂലേ, അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നില്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കാന റജുലു ഫീമൻ ഖബ്ലകും യുഹ്ഫറു ലഹു ഫിൽ അർളി ഫയുജ്അലു ഫീഹി ഫയുജാഉ ബിൽ മിൻശാരി ഫയൂളഉ അലാ റഅസിഹി ഫയുശഖു ബിസ്നതൈൻ വമാ യസുദ്ദുഹു ദാലിക അൻ ദീനിഹി. നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയ സമുദായത്തിൽ ഒരാളുണ്ടായിരുന്നു. അദ്ദേഹത്തെ ശത്രുക്കൾ ഒരു കുഴി കുഴിച്ച് അതിൽ നിർത്തുകയുണ്ടായി. എന്നിട്ടൊരു ഈർച്ചവാൾ കൊണ്ടുവന്നു അദ്ദേഹത്തെ 2ആയി ഛേദിച്ചു കളഞ്ഞു. വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, എന്നിട്ട് അവിടുന്ന് പറയുകയാണ്, ആ 2ആയി അദ്ദേഹത്തെ കഷ്ണം കഷ്ണമാക്കി മാറ്റിയിട്ടും അദ്ദേഹം അള്ളാഹുവിൻ്റെ ദീനിൽ നിന്നും തെറ്റിപ്പോയിട്ടില്ല, ദീൻ ഉപേക്ഷിച്ചിട്ടില്ല. വയുംശതു ബി അംശാത്തിൽ ഹദീദി മാ ദൂന ലഹ്മിഹി മിൻ അദ്മിൻ ഔ അസബിൻ വമാ യസുദ്ദുഹു ദാലിക അൻ ദീനി. ഇരുമ്പിൻ്റെ ചീർപ്പ് കൊണ്ടുവന്ന് എല്ലുകളിൽ നിന്നും മാംസം ഇങ്ങനെ ചീർപ്പ് കൊണ്ട് വലിച്ച് വാർന്നെടുക്കുകയുണ്ടായി. എന്നിട്ടും അദ്ദേഹം ദീനിൽ നിന്നും തെറിച്ചു പോയിട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കഴിഞ്ഞ കാലത്ത് സംഭവിച്ച ഒരാളെക്കുറിച്ച് പറഞ്ഞു കൊടുത്തു. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, വല്ലാഹി ലയുതിമ്മന്ന ഹാദൽ അംറ. അല്ലാഹുവാണേ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദീൻ, ഈ ദൗത്യം പൂർത്തീകരിക്കുക തന്നെ ചെയ്യും. എത്രത്തോളം? ഹത്താ യസീറ റാകിബു മിൻ സൻആ ഇലാ ഹദ്റമൗത ലാ യഖാഫു ഇല്ലല്ലാഹ ഔ الذئب അലാ ഗനമിഹി വലാകിന്നകും തസ്തഅജിലൂൻ. ഒരു കാലം വരാനുണ്ട്. സൻആ മുതൽ ഹദർമൗത്ത് വരെ യമനിലെ 2 പ്രദേശങ്ങളാണ്. ഈ 2 പ്രദേശങ്ങളിൽ ഒരാൾക്ക് നിർഭയത്തോടുകൂടി സഞ്ചരിക്കാൻ സാധിക്കുന്ന ഒരു കാലം വരാനുണ്ട്. അള്ളാഹുവിനെ മാത്രം അയാൾ ഭയന്നാൽ മതി. അതിനുശേഷം കൂടെയുള്ള ആട്ടിൻ പറ്റത്തിൻ്റെ കാര്യത്തിൽ ചെന്നായ്ക്കളെയും അല്ലാതെ ഒരാളെയും ഭയപ്പെടാതെ സൻആ മുതൽ ഹദർമൗത്ത് വരെ നിർഭയത്വത്തോടുകൂടി സഞ്ചരിക്കാൻ സാധിക്കുന്ന ഒരു കാലം വരാനുണ്ട്. വലാകിന്നകും തസ്തഅജിലൂൻ. എന്നാൽ നിങ്ങൾ തിടുക്കം കൂട്ടുകയാണ്. ആരോടാണ് ഈ പറയുന്നത്? ഖബ്ബാബ് റളിയല്ലാഹു അൻഹു പീഡനങ്ങൾ സഹിക്കാൻ പറ്റാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് കൂടി വന്നതാണ്. സഹോദരങ്ങൾ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ നബിമാർ, അവരുടെ പ്രതീക്ഷ നോക്കൂ നിങ്ങൾ. ഇന്ന് ചെറിയ നിസാരമായ ഓരോ നിയമങ്ങൾ, ഓരോ കാര്യങ്ങൾ, അത് വരുമ്പോൾ ആളുകൾ പിന്നീട് യാതൊരു പ്രതീക്ഷയുമില്ലാത്ത സംസാരമാണ്. മുസ്ലിമീങ്ങളുടെ കാര്യം കഴിഞ്ഞത് തന്നെ. മുസ്ലിമീങ്ങളുടെ കാര്യം വളരെ പ്രയാസത്തിലാണ്.
നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിലാണോ? നമ്മൾ മുത്തഖീങ്ങളാണോ? നമ്മൾ യഥാർത്ഥ മുഅ്മിനീങ്ങളാണോ? അള്ളാഹുവിൻ്റെ ദീൻ കൃത്യമായ മുറ പോലെ പാലിക്കുന്നവരാണോ? അള്ളാഹു റബ്ബുൽ ആലമീൻ സഹായിക്കും. അള്ളാഹു റബ്ബുൽ ആലമീൻ സഹായിക്കും. ബദറിലും ഉഹദിലും അതുപോലെയുള്ള യുദ്ധങ്ങളിൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും സഹാബത്തിനെയും സഹായിച്ച റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ സഹായിക്കും. സഹോദരങ്ങളെ, ഇതാണ് പ്രതീക്ഷ. ഈ പ്രതീക്ഷയിലായിരിക്കണം ഒരു മുഅ്മിൻ ജീവിക്കേണ്ടത്. നേരെ മറിച്ച് നിരാശയുടെ വാക്കുകൾ പറയുക എന്നത് കബായിറിൽപ്പെട്ടതാണ്. നിങ്ങൾ നോക്കൂ, ഇങ്ങനെ പറയുക എന്നത് നിസാരമായ ഒരു കാര്യമല്ല. അള്ളാഹുവിൻ്റെ കാരുണ്യത്തെ തൊട്ട് നിരാശനായി ജീവിക്കുക, നിരാശയുടെ വാക്കുകൾ പറയുക എന്നത് വൻപാപങ്ങളിൽപ്പെട്ടതാണ്. ചെറിയ കാര്യമല്ല, നിസാരമായ ഒരു കാര്യമല്ല. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം ആര് ഭരിച്ചാലും അവരെ അള്ളാഹു ഭരിക്കും. ആര് ഭരിച്ചാലും അള്ളാഹു റബ്ബുൽ ആലമീനാണ് അവരെ ഭരിക്കുന്നത്. അള്ളാഹുവാണ് മാലിക്കുൽ മുൽക്ക്. അള്ളാഹുവാണ് സർവാധിപത്യമുള്ളവൻ. തുഅ്തിൽ മുൽക മൻ തശാ. അള്ളാഹു റബ്ബുൽ ആലമീൻ അവനുദ്ദേശിക്കുന്നവർക്ക് അധികാരം നൽകും. അള്ളാഹു അവനുദ്ദേശിക്കുന്നവരിൽ നിന്നും അധികാരം ഊരിയെടുക്കും. നിങ്ങൾ നോക്കൂ സഹോദരങ്ങളെ, ഫലസ്തീനിലെ സഹോദരങ്ങൾ അവരുടെ മുകളിലൂടെ അവരെ നശിപ്പിക്കാൻ സാധിക്കുന്ന രൂപത്തിലുള്ള മിസൈലുകൾ പറന്നു പോകുമ്പോഴും അവരുടെ വാക്കുകൾ അത്ഭുതകരമാണ്. ഹസ്ബി അല്ലാഹ്. കൂടെ തൊട്ടടുത്ത് നിന്ന് ഉറ്റവരും ബന്ധുക്കളും പൊട്ടിത്തെറിക്കുമ്പോൾ അവരുടെ വാക്ക് ഹസ്ബി അല്ലാഹ്, നമുക്ക് അല്ലാഹ് മതി എന്നാണ്. ഇവിടെ അതൊന്നും സംഭവിച്ചിട്ടില്ല. ഏതോ ഒരു ബില്ല് മാത്രമേ ഉള്ളൂ. അത് പുറപ്പെടുമ്പോൾ നമ്മിൽ പലരും നിരാശയിലാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ കാര്യം ഗൗരവത്തിൽ നമ്മൾ ശ്രദ്ധിക്കുക. ഒരിക്കലും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കാരുണ്യത്തെ തൊട്ട് നമ്മൾ നിരാശരാവാൻ പാടുള്ളതല്ല. അത് വൻപാപങ്ങളിൽപ്പെട്ടതാണ്. നേരെ തിരിച്ച് വൽ അംനി മിൻ മക്രില്ലാ, അള്ളാഹുവിൻ്റെ കാരുണ്യത്തെ തൊട്ട് നിരാശരാവാൻ പാടില്ല. പ്രതീക്ഷയുള്ളവരായിരിക്കണം നമ്മൾ. അതേപോലെ തന്നെയാണ് അള്ളാഹുവിൻ്റെ തന്ത്രം അഥവാ അള്ളാഹുവിൻ്റെ ശിക്ഷയെ തൊട്ട് നമ്മൾ നിർഭയരായിരിക്കുവാനും പാടുള്ളതല്ല. അഥവാ നമ്മൾ ഭയപ്പാടോടുകൂടി ജീവിക്കണം. നമ്മുടെ പാപങ്ങൾ, നമ്മുടെ തിന്മകൾ, നമ്മുടെ തെറ്റുകൾ നമ്മെ നശിപ്പിക്കും. ഷെയ്ഖ് റഹിമഹുല്ലാഹ് അടുത്തതായി അള്ളാഹുവിൻ്റെ കിതാബിൽ നിന്നും ആയത്ത് എടുത്തു കൊടുത്തു. ഫലാ യഅ്മനു മക്റല്ലാഹി ഇല്ലൽ ഖൗമുൽ ഖാസിറൂൻ. നഷ്ടക്കാരല്ലാതെ, നഷ്ടം സംഭവിച്ചു പോയ ആളുകളല്ലാതെ അള്ളാഹുവിൻ്റെ തന്ത്രം അഥവാ അള്ളാഹുവിൻ്റെ ശിക്ഷയെ തൊട്ട് നിർഭയരായി ജീവിക്കുകയില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്ത് പറയുന്നതിൻ്റെ തൊട്ടു മുന്നേ പറഞ്ഞ ആയത്തുകൾ നമുക്കിപ്രകാരം കാണാം. അഫ അമിന അഹ്ലുൽ ഖുറാ അൻ യഅതിയഹും ബഅസുനാ ബയാതൻ വഹും നായിമൂൻ. അവ അമിന അഹ്ലുൽ ഖുറാ അൻ യഅതിയഹും ബഅസുനാ ളുഹൻ വഹും യൽഅബൂൻ. അഫ അമിനു മക്റല്ലാഹ് ഫലാ യഅ്മനു മക്റല്ലാഹി ഇല്ലൽ ഖൗമുൽ ഖാസിറൂൻ. ആ നാട്ടുകാർ അഥവാ സത്യനിഷേധികളായ ആളുകൾ, പാപങ്ങളിൽ മുഴുകി ജീവിക്കുന്നവരായ ആളുകൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവർ ഉറങ്ങിക്കിടക്കുമ്പോൾ അവരിലേക്ക് റബ്ബിൻ്റെ കഠിനമായ ശിക്ഷ അയക്കുകയില്ല എന്ന നിർഭയത്വത്തോടുകൂടി ജീവിക്കുകയാണോ? ആ നാട്ടുകാർ അവർ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ പകലുകളിൽ അവരിലേക്ക് അല്ലാഹുവിൻ്റെ ശിക്ഷ വരികയില്ല എന്ന നിർഭയത്വത്തോടുകൂടി അവർ ജീവിക്കുകയാണോ? അഫ അമിനു മക്റല്ലാഹ്, അവർ അള്ളാഹുവിൻ്റെ ശിക്ഷയെ തൊട്ട് നിർഭയരാണോ? അള്ളാഹുവിൻ്റെ ശിക്ഷയെ തൊട്ട് നഷ്ടക്കാരായ ആളുകളല്ലാതെ നിർഭയരായി ജീവിക്കുകയില്ല. സഹോദരങ്ങളെ, ഇതും വളരെ ഗൗരവമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ തെറ്റുകൾക്ക് അപ്പോൾ തന്നെ നമ്മെ പിടിക്കുന്നില്ല എന്നത് ഒരിക്കലും നിർഭയത്വത്തോടുകൂടി ജീവിക്കാൻ നമുക്ക് നിർവാഹമില്ല.
മറിച്ച് റബ്ബ് സുബ്ഹാനഹു വ തആല അവനെ നാം ധിക്കരിക്കുന്നതോടൊപ്പം നമുക്ക് അനുഗ്രഹങ്ങളാണ് വാരിക്കോരി നൽകുന്നത് എങ്കിൽ ഇതാണ് റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞ ആയത്തുകൾ. അള്ളാഹു ചോദിക്കുകയാണ്, അവർ ഉറങ്ങിക്കിടക്കുമ്പോൾ അവരിലേക്ക് റബ്ബിൻ്റെ ശിക്ഷ വന്നെത്തുകയില്ല എന്ന നിർഭയത്വത്തോടു കൂടിയാണോ അവർ ജീവിക്കുന്നത്? നിങ്ങൾ നോക്കൂ, എത്ര വാർത്തകൾ നമ്മൾ പലപ്പോഴും കേൾക്കാറുണ്ട്. രാത്രി സുഖമായി കിടന്നുറങ്ങിയ ആളുകൾ നേരം പുലരുമ്പോൾ അള്ളാഹുവിൻ്റെ അദാബ് വന്നിറങ്ങി. അവർ ആ നാട്ടിൽ അങ്ങനെ ഒരു സമൂഹം ജീവിച്ചിരുന്നോ എന്നുപോലും കാണാത്ത രൂപത്തിൽ ആ നാട് വിറപ്പിച്ചു കളഞ്ഞ എത്രയോ സംഭവങ്ങൾ ഇന്നും പലപ്പോഴും നമ്മൾ കാണാറുണ്ട്. അള്ളാഹു ചോദിക്കുകയാണ്, അവർ ഉറങ്ങിക്കിടക്കുമ്പോൾ അള്ളാഹുവിൻ്റെ ശിക്ഷ വന്നെത്തുകയില്ല എന്നാണോ, എന്ന നിർഭയത്വത്തോടു കൂടിയാണോ അവർ ജീവിക്കുന്നത്? സുബ്ഹാനല്ലാഹ്, റബ്ബിൻ്റെ ചോദ്യം നോക്കൂ. അതുപോലെ റബ്ബ് ചോദിക്കുകയാണ്, അവർ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ പകൽ സമയത്ത് അവരിങ്ങനെ അള്ളാഹുവിൻ്റെ അദാബ് അവരിലേക്ക് വന്നെത്തുകയില്ല എന്ന നിർഭയത്വത്തിലാണോ അവർ ജീവിക്കുന്നത്? എത്ര എത്ര സംഭവങ്ങൾ ഇതുപോലെ. ആളുകൾ പല തിരക്കുകളിലായിരിക്കും, പകൽ സമയം കളിച്ചുകൊണ്ടിരിക്കുകയാവും, വിനോദത്തിലായിരിക്കും, അവർ കളികളിലും തമാശയിലും ആഹ്ലാദത്തിലും ഒക്കെ ആയിരിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ അദാബ് വന്നെത്തിയത് പലപ്പോഴും നമ്മൾ കാണാറുണ്ട്. അതുകൊണ്ട് ഒരിക്കലും നിർഭയത്വത്തോടുകൂടി ജീവിക്കുക ഈ രൂപത്തിൽ എന്നത് അനുയോജ്യമല്ല. അത് വൻപാപങ്ങളിൽപ്പെട്ടതാണ്. അള്ളാഹുവിനെ ധിക്കരിക്കുന്നതോടൊപ്പം അനുഗ്രഹങ്ങളിങ്ങനെ കുന്നുകൂടുക എന്നത് അള്ളാഹു ഇസ്തിദ്റാജ് നൽകുകയാണ്. പടിപടിയായി അള്ളാഹു തആല അത്തരം ആളുകളെ പിടികൂടാനുള്ള കാര്യമാണത്. അള്ളാഹു ഒരു പിടുത്തം പിടിക്കും. അതാണ് ഈ രൂപത്തിൽ അവർ ഉറങ്ങിക്കിടക്കുമ്പോൾ, അതല്ലെങ്കിൽ അവർ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ, അവരിങ്ങനെ വിനോദത്തിലായിരിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ അദാബ് വന്നെത്തുന്നതിനെ തൊട്ട് അവർ നിർഭയരാണോ എന്ന അള്ളാഹുവിൻ്റെ ചോദ്യം. എന്നിട്ട് അള്ളാഹു പറഞ്ഞു നോക്കൂ, നിങ്ങൾ ആരാണ് റബ്ബിൻ്റെ അദാബിൽ നിന്നും അള്ളാഹുവിൻ്റെ അദാബിനെ തൊട്ട് നിർഭയരായിരിക്കുക? ഇല്ലൽ ഖൗമുൽ ഖാസിറൂൻ, നഷ്ടക്കാരായ ആളുകൾ, അഥവാ ഇഹലോകത്തും പരലോകത്തും നഷ്ടം സംഭവിക്കുന്ന നഷ്ടക്കാരായ ആളുകൾ, അവരല്ലാതെ നിർഭയത്വത്തോടുകൂടി ജീവിക്കുകയില്ല. ഒരു മുഅ്മിൻ ഒരിക്കലും ഈ രണ്ട് വിശേഷണങ്ങളും ഉള്ളവനായിരിക്കുകയില്ല. അഥവാ അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ നിന്നും നിരാശനായി ജീവിക്കുക എന്നത് ഒരു മുഅ്മിനിന് ഒരിക്കലും സംഭവിക്കുകയില്ല, അങ്ങനെ പാടില്ല. അതേപോലെ തന്നെ അള്ളാഹുവിൻ്റെ ശിക്ഷയെ തൊട്ട് നിർഭയനായിരിക്കുക എന്നത് ഒരിക്കലും ഒരു മുഅ്മിന് പാടുള്ളതല്ല. കാരണം ഇത് രണ്ടും അപകടമാണ്. ഇത് രണ്ടും നേരത്തെ പറഞ്ഞതുപോലെ ഒരാൾ പ്രതീക്ഷയായിട്ട് ജീവിച്ചാൽ പിന്നെ അയാൾ പ്രവർത്തിക്കുകയില്ല, അയാൾ ഇസ്തിഗ്ഫാർ ചെയ്യുകയില്ല, അയാളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവുകയില്ല. അതേപോലെ ഒരാൾ റബ്ബിൻ്റെ ശിക്ഷയെ തൊട്ട് നിർഭയനായി ജീവിച്ചാൽ അയാൾ തിന്മകളിൽ അധപ്പതിച്ച് അങ്ങനെ തിന്മയിലായി അങ്ങനെ ജീവിക്കുകയാണ് ചെയ്യുക. അയാൾ ഒരിക്കലും മടങ്ങുകയില്ല. കാരണം അയാൾ നോക്കുമ്പോൾ അയാൾക്ക് യാതൊരു പ്രശ്നവും ഉണ്ടാവുകയില്ല. അയാൾ അനുഗ്രഹത്തിലായിരിക്കും, ഒരുപാട് അനുഗ്രഹങ്ങൾക്ക് ചുറ്റുമായിരിക്കും. അയാൾക്ക് ഭൗതിക സുഖങ്ങൾ അള്ളാഹു വീണ്ടും വീണ്ടും നൽകിക്കൊണ്ടിരിക്കും. ഇത് കണ്ട് അയാൾ വഞ്ചിതനായി പോകും. അയാൾ വീണ്ടും തൻ്റെ തിന്മയിൽ തുടരുകയാണ് ചെയ്യുക. നേരെ മറിച്ച് ഒരു മുഅ്മിനിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിലുള്ള പ്രതീക്ഷയിലായിരിക്കും. അതോടൊപ്പം അള്ളാഹുവിൻ്റെ ശിക്ഷയെ തൊട്ട് സദാ ഭയപ്പാടിലും ആയിരിക്കും. ഇമാം അൽ ഹസനുൽ ബസ്രി റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞ വാക്ക് നമ്മൾ പലപ്പോഴും കേട്ട് കാണും. ഇന്നൽ മുഅ്മിന ജമഅ ബൈന ഇഹ്സാനിൻ വശഫഖത്തിൻ, തീർച്ചയായും ഒരു മുഅ്മിൻ നന്മകൾ ചെയ്യും, അതോടൊപ്പം ഭയപ്പാടിലുമായിരിക്കും. നന്മകൾ ചെയ്യും, പേടിയായിരിക്കും, അള്ളാഹു സ്വീകരിക്കുമോ, അള്ളാഹു തള്ളിക്കളഞ്ഞേക്കുമോ എന്ന ഭയപ്പാടിലായിരിക്കും, പേടിയിലായിരിക്കും ഒരു മുഅ്മിനുണ്ടാവുക. വഇന്നൽ മുനാഫിഖ ജമഅ ഇസാഅതൻ വഅംന, എന്നാൽ ഒരു മുനാഫിഖിനെ സംബന്ധിച്ചിടത്തോളം, കപടവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അയാൾ ജീവിതത്തിൽ തിന്മകൾ പ്രവർത്തിക്കും, മോശമായ ജീവിതമായിരിക്കും, അതോടൊപ്പം നിർഭയനുമായിരിക്കും. സഹോദരങ്ങളെ, ഒരു മുഅ്മിനിനെ സംബന്ധിച്ചിടത്തോളം നന്മകൾ ചെയ്യുന്നതോടൊപ്പം
ഭയപ്പാടിലായിരിക്കും. എന്നാൽ മുനാഫിഖിനെ സംബന്ധിച്ചിടത്തോളം, കപടവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം തിന്മകൾ ചെയ്യുന്നതോടൊപ്പം നിർഭയനുമായിരിക്കും. അള്ളാഹുവിൻ്റെ ശിക്ഷ വന്നിറങ്ങുന്നതിനെ തൊട്ട് യാതൊരു ഭയപ്പാടുമില്ലാതെയായിരിക്കും അത്തരം ആളുകളുടെ ജീവിതം. അതുകൊണ്ട് ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങളും, അഥവാ പ്രതീക്ഷയും ഭയവും ഒരുമിപ്പിച്ചുകൊണ്ട് ജീവിക്കുക എന്നതാണ് ഒരു മുഅ്മിനിൻ്റെ യഥാർത്ഥ ജീവിതം. പ്രതീക്ഷ അറ്റുപോയി നിരാശനാവാനോ അള്ളാഹുവിൻ്റെ ശിക്ഷയെ തൊട്ട് നിർഭയനായി ഭയമില്ലാതെ ജീവിക്കുവാനോ പാടുള്ളതല്ല. അടുത്തതായി ഷെയ്ഖ് റഹിമഹുല്ലാ അദ്ദേഹം അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൽ നിന്നും ഉദ്ധരിക്കുന്നു. ഖാല, അദ്ദേഹം പറഞ്ഞു, അൻ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഖാല അക്ബറുൽ കബായിരി അൽ ഇശ്റാകു ബില്ലാഹ് വൽ അംനു മിൻ മക്രില്ലാഹ് വൽ ഖുനൂതു മിർ റഹ്മത്തില്ലാഹ് വൽ യഅ്സു മിർ റൗഹില്ലാഹ്. അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുന്നു, അക്ബറുൽ കബായിർ, വൻപാപങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ വൻപാപം അൽ ഇശ്റാകു ബില്ലാഹ്, അള്ളാഹുവിൽ പങ്കുചേർക്കലാണ്. ഇത് നമ്മൾ ആദ്യം പഠിച്ച അധ്യായത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ് നമ്മൾ കേട്ടിരുന്നു. വൻപാപങ്ങൾ ഒരുപാടുണ്ട്, എന്നാൽ അതിലേറ്റവും വലുത് അള്ളാഹുവിൽ പങ്കുചേർക്കലാണ്. അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ട അവൻ്റെ പ്രത്യേകമായ റുബൂബിയത്തോ ഉലൂഹിയത്തോ അസ്മാ വസിഫാത്തോ അള്ളാഹു അല്ലാത്തവർക്ക് വകവെച്ചു കൊടുക്കുക എന്നതാണ് അള്ളാഹുവിൽ പങ്കുചേർക്കൽ. നമ്മൾ വിശദമായി വിശദീകരിച്ചതാണ്. അള്ളാഹുവാണ് റബ്ബ്, ആ വിഷയത്തിൽ അള്ളാഹുവിനൊരു പങ്കാളിയുമില്ല. അള്ളാഹുവാണ് ഇലാഹ്, ആരാധ്യൻ, ആരാധനക്കർഹതയുള്ളവൻ, ആ വിഷയത്തിൽ അള്ളാഹുവിന് യാതൊരു പങ്കാളിയുമില്ല. അള്ളാഹുവിന് ഏറ്റവും നല്ല നാമങ്ങളുണ്ട്, അതിലടങ്ങിയ വിശേഷണങ്ങളുണ്ട്. അതൊരു സൃഷ്ടിക്കുമില്ല, ഒരു സൃഷ്ടിക്കും വകവെച്ചു കൊടുക്കാനും പാടുള്ളതല്ല. ഇതിന് വിപരീതമായി ആരെങ്കിലും ചെയ്താൽ അയാൾ ശിർക്ക് ചെയ്തിരിക്കുന്നു. ഇബാദത്ത് അള്ളാഹു അല്ലാത്തവർക്ക് നൽകുക എന്നത് ഇതിൻ്റെ പരിധിയിൽപ്പെട്ടതാണ്. ഇബാദത്തിൽ ഏറ്റവും ഉയർന്നു നിൽക്കുന്നത് പ്രാർത്ഥന. അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുക, അള്ളാഹുവിനോട് ചോദിക്കേണ്ട സഹായം അള്ളാഹു അല്ലാത്തവരോട് ചോദിക്കുക എന്നതൊക്കെ ഷിർക്കിൻ്റെ ഇനങ്ങളിൽപ്പെട്ടതാണ്. ഇതാണ് ഏറ്റവും വലിയ വൻപാപം. ശേഷം അദ്ദേഹം പറഞ്ഞു, വൽ അംനു മിൻ മക്രില്ലാ, അള്ളാഹുവിൻ്റെ ശിക്ഷയെ തൊട്ട് നിർഭയനായിരിക്കുക. വൽ ഖുനൂതു മിർ റഹ്മത്തില്ലാ, അള്ളാഹുവിൻ്റെ കാരുണ്യത്തെ തൊട്ട് നിരാശനാവുക. വൽ യഅ്സു മിർ റൗഹില്ലാ, അതും അതേ അർത്ഥം തന്നെയാണ്, അള്ളാഹുവിൻ്റെ കാരുണ്യത്തെ തൊട്ട് നിരാശനാവുക. അവിടെ അൽ ഖുനൂത്ത്, അതുപോലെ യഅ്സ് എന്ന് പറഞ്ഞാൽ നിരാശ എന്നതാണ് അതിൻ്റെ അർത്ഥം. ഒരാൾ സാധാരണഗതിയിൽ അള്ളാഹുവിൻ്റെ കാരുണ്യത്തെ തൊട്ട് അള്ളാഹുവിൽ നിന്നുള്ള പ്രതീക്ഷ ഇല്ലാതെ നിരാശനായി കഴിഞ്ഞുകൂടുക എന്നതാണ് അൽ യഅ്സ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം. അൽ ഖുനൂത്ത് എന്ന് പറഞ്ഞാൽ നിരാശ എന്ന് തന്നെയാണ് അർത്ഥം. പക്ഷേ യഅ്സിനേക്കാൾ ഒരൽപ്പം അപ്പുറത്താണ് അൽ ഖുനൂത്ത്. അഥവാ ഒരു പ്രതീക്ഷയുമില്ലാതെ കുഫറിലേക്ക് ചെന്നു വീഴുന്ന രൂപത്തിലുള്ള നിരാശ, അതിനാണ് ഖുനൂത്ത് എന്ന് പറയുക. ആ രണ്ട് വാക്കുകളെ പണ്ഡിതന്മാർ ആ രൂപത്തിൽ വിശദീകരിച്ചതായി കാണാം. ഏതായിരുന്നാലും ഷിർക്കിൻ്റെ കൂടെയാണ് ഈ രണ്ട് കാര്യങ്ങളും എണ്ണിയിട്ടുള്ളത്. അതുകൊണ്ട് സഹോദരങ്ങളെ, അത് ഗുരുതരമായ വൻപാപങ്ങളിൽപ്പെട്ട വൻപാപമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അദ്ദേഹം അടുത്തതായി അബ്ദുല്ലാഹിബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്നും ഉദ്ധരിക്കുന്നു. ഷെയ്ഖ് പറഞ്ഞു, വഅഖറജഹു ഇബ്നു അബി ഹാത്തിം അൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ മർഫൂഅൻ വലഫ്ദുഹു. മഹാനായ ഇബ്നു അബി ഹാത്തിം റഹിമഹുല്ലാഹ് അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ ഉദ്ധരിച്ചതാണിത്. അബ്ദുല്ലാഹിബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും ഉദ്ധരിക്കുന്നു. മർഫൂഅൻ എന്ന് പറഞ്ഞാൽ അതാണ്. സുഇല മൽ കബായിർ,
എന്താണ് വൻപാപങ്ങൾ എന്ന് ചോദിക്കപ്പെട്ടു. ഫഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ ഇശ്റാഖു ബില്ലാഹ്, അള്ളാഹുവിൽ പങ്കുചേർക്കലാണ്. വൽ അംനു മിൻ മക്രില്ലാഹ്, അള്ളാഹുവിൻ്റെ ശിക്ഷയെ തൊട്ട് നിർഭയനാവലാണ്. വൽ യഅ്സു മിർ റൗഹില്ലാഹ്, അള്ളാഹുവിൻ്റെ കാരുണ്യത്തെ തൊട്ട് നിരാശരാവുകയും ചെയ്യലാണ്. സഹോദരങ്ങളെ, ഇത് ഗുരുതരമായ അപകടമാണ് എന്ന് നമ്മൾ തിരിച്ചറിയുക. ഒരു മുഅ്മിനിനെ സംബന്ധിച്ചിടത്തോളം നേരത്തെ നമ്മൾ കേട്ട ആയത്തുകളിൽ വന്നതുപോലെ മഹാന്മാരായ അമ്പിയാക്കളുടെ രീതി, അള്ളാഹുവിലുള്ള പ്രതീക്ഷ, അത് അറ്റുപോവാതെ മുന്നോട്ട് പോവുക എന്നതാണ്. ഏത് പ്രതിസന്ധി ജീവിതത്തിൽ വന്നാലും, ഏത് ബുദ്ധിമുട്ടുകൾ വന്നാലും, ഏത് മുസീബത്തുകളിൽ അകപ്പെട്ടു പോയാലും അള്ളാഹുവിൻ്റെ കാരുണ്യത്തെ തൊട്ട് നിരാശനാവുക എന്നത് ഒരിക്കലും നമുക്ക് പാടില്ലാത്തതാണ്. കാരണം റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ സഹായിക്കും, അവൻ സംരക്ഷണം നൽകും. അള്ളാഹു റബ്ബുൽ ആലമീൻ തഖ്വ പാലിക്കുന്ന ആളുകൾക്ക് പോം വഴി ഒരുക്കി കൊടുക്കും. പരിശുദ്ധ ഖുർആനിലെ ഒരുപാട് ആയത്തുകൾ നമുക്ക് കാണാം. അള്ളാഹു അവനിൽ വിശ്വസിച്ച, അവന് വഴിപ്പെട്ട, അവൻ്റെ യഥാർത്ഥ നല്ലവരായ അടിമകളെ ഒരിക്കലും കൈയൊഴിയുകയില്ല. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം, മുന്നിൽ കടലുണ്ട്, പിന്നിൽ ഫിറഔനും കൂട്ടരുമുണ്ട്, പിടിക്കപ്പെടുമല്ലോ എന്ന് കൂടെയുള്ളവർ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് കല്ല ഇന്ന മഅയ റബ്ബി സയഹ്ദീൻ എന്നാണ്. അല്ല, നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെയല്ല, നിങ്ങൾ വിചാരിക്കുന്നത് പോലെയല്ല, എൻ്റെ കൂടെ എൻ്റെ റബ്ബുണ്ട്, അവൻ ഒരു വഴി കാണിച്ചു നൽകും. നോക്കൂ, കുടുങ്ങിപ്പോയി എന്നുറപ്പായ നിമിഷം പോലും അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ നിന്നും അള്ളാഹുവിൻ്റെ സഹായത്തെ തൊട്ട് ഒരു നിലക്കും ഒരു നിരാശയും ഉണ്ടാവുന്നില്ല. ഇതാണ് സഹോദരങ്ങളെ നമുക്കുണ്ടാവേണ്ടത്. ഒരു വിഷയത്തിലും, ഒരു കാര്യത്തിലും, ദുനിയാവിലെ ഏത് കാര്യത്തിലും, ഏത് വിഷയത്തിലും അള്ളാഹുവിൽ പ്രതീക്ഷയുള്ളവരാവുക. അതിന് നമുക്ക് പ്രതിഫലം നൽകും അള്ളാഹു റബ്ബുൽ ആലമീൻ. എന്നാൽ നിരാശരായി ജീവിക്കുക എന്നത് അള്ളാഹുവിൻ്റെ ശിക്ഷ ലഭിക്കാനുള്ള കാരണമാണ്. നേരെ തിരിച്ച് ആ പ്രതീക്ഷ അതിരുകടക്കാതെ അള്ളാഹുവിൻ്റെ ശിക്ഷയെ തൊട്ട് നിർഭയരാവാനും പാടുള്ളതല്ല. മറിച്ച് നമ്മുടെ പാപങ്ങളെ, നമ്മുടെ തെറ്റുകളെ, നമ്മുടെ ന്യൂനതകളെ, നമ്മുടെ കുറവുകളെ നമ്മൾ ഭയപ്പെടണം. അള്ളാഹുവിൻ്റെ ശിക്ഷ ഏത് സമയത്താണ് വരിക എന്നത് നമുക്കറിയില്ല. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ രണ്ട് സ്വഭാവങ്ങളും ഇല്ലാതെ പ്രതീക്ഷയും ഭയവും ഒരുമിപ്പിച്ചുകൊണ്ട് ജീവിക്കാൻ പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും ശ്രദ്ധിക്കേണ്ടതാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ മാത്രം ഇബാദത്ത് ചെയ്ത് അവനിൽ പ്രതീക്ഷ അർപ്പിച്ച് അവൻ്റെ ശിക്ഷയെ ഭയന്ന് ജീവിക്കുന്ന മുഅ്മിനീങ്ങളിൽ, മുത്തഖീങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വല്ലാഹു തആല അഅല വ അഅലം. وصلى الله وسلم وبارك على نبينا محمد وعلى آله وأصحابه أجمعين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. والسلام عليكم ورحمة الله وبركاته.